കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെൻറ്റ് പഠന വിഭാഗത്തിൽ വെച്ച് ഞങ്ങൾ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അന്ന് വലിയ തിരക്കിലായിരുന്നു, കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനോ അറിയാനോ സാധിച്ചില്ല. ഇന്ന് ചേളാരിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ അതായത് ക്ഷേത്ര സംരക്ഷണ സമിതി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ വെച്ച് വീണ്ടും അദ്ദേഹത്തെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമുണ്ടായി. ഞങ്ങളുടെ ദർശിതാക്കൾക്ക് വേണ്ടി മതത്തെയും സംസ്കാരത്തെയും സംബന്ധിച്ചും മറ്റ് ചില കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തോട് നേരിട്ട് അഭിപ്രായങ്ങൾ ആരായാനുള്ള ഈ സന്ദർഭം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. സർ, മതത്തിന് സമൂഹത്തിൽ വലിയ പ്രാധാന്യമാണ് ഇപ്പോഴുള്ളത്. മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായ സാംസ്കാരിക ചിന്തയോ ധിഷണാപരമായ ഉയർച്ചയോ ഉണ്ടാവൂ എന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ശാസ്ത്രമായാലും മതമായാലും ആത്മീയതയായാലും സാങ്കേതിക വിദ്യയായാലും ഏതും കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ല എങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ആറ്റമിക് എനർജി ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി ഏതാണ്ട് 40% ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. അതേ ആറ്റമിക് എനർജി ശ്രദ്ധയില്ലാതെ ആറ്റം ബോംബിന് ഉപയോഗിച്ചാൽ സർവനാശത്തിന് കാരണമാകും. അതുപോലെ മതം എന്നുള്ളത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് മാനവരാശിയുടെ സർവനാശത്തിന് കാരണമാക്കാൻ അത് മതി. ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചാൽ അതേ മതം തന്നെ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴും രോഗനിർണയം തെറ്റി ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ രോഗി മരിച്ചുപോയി എന്ന് വരും. അതേ ഔഷധം തന്നെ അമൃതമായിത്തീരും ആ കറക്റ്റ് രോഗം നിർണയിച്ചാൽ. മതത്തിനെ രാഷ്ട്രീയക്കാരും ജനങ്ങളും പണ്ഡിതരും ബുദ്ധിജീവികളും തെറ്റായിട്ട് ഉപയോഗിച്ചാൽ ആ മതം ലോകത്തിൻ്റെ സർവനാശത്തിന് കാരണമാകുന്ന പല സംഭവങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ആത്മീയതയും മതവും വേറെ വേറെ കാണാൻ സാധിക്കണം. ഒരിക്കൽ വളരെ പണ്ഡിതനായ ഒരു വ്യക്തി UNOയിലെ സമ്മേളനത്തിൽ പറഞ്ഞു, മതം പഴത്തിൻ്റെ തൊലിയും ആത്മീയത അകത്തുള്ള സത്വമാണ്. അതാണ് സത്യം. ആ തൊലിയല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതിനകത്തുള്ള ആ ഫ്രൂട്ടിൻ്റെ മധുരമായിട്ടുള്ള വസ്തുത ആത്മീയതയാണ് ഉപയോഗിക്കുന്നത്. അതായത് ചടങ്ങിലൂടെയും കാർക്കശ്യങ്ങളിലൂടെയും ഉള്ള പരിപാലനത്തിനൂടെ വരുന്ന ധൈഷണാപരമായ ഉയർച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കെട്ടുകളും അഴിച്ചു കളയാം, പിന്നെ അവർക്ക് വേണ്ട പോലെ ജീവിക്കാം എന്നതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ഏത് ചടങ്ങുകളും ഇംഗ്ലീഷിലെ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്, ഏത് ആചാരങ്ങൾക്കും 5 ലക്ഷ്യമാണുള്ളത്. മനസ്സിൻ്റെ നന്മ, ശരീരത്തിൻ്റെ നന്മ, കുടുംബത്തിൻ്റെ നന്മ, സമൂഹത്തിൻ്റെ നന്മ, രാഷ്ട്രത്തിൻ്റെ നന്മ. ഈ നന്മകൾ ഏത് നിലവാരത്തിലുള്ള വ്യക്തികൾക്കും ഏത് മതത്തിലുള്ള വ്യക്തികൾക്കും ഏത് രാഷ്ട്രീയ ചിന്താധാരയിലുള്ള വ്യക്തിക്കും ഏത് വിശ്വാസ പ്രമാണത്തിൽ യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അത് ഉപയോഗിക്കാനുള്ള ഒരു ഇച്ഛാശക്തി മനസ്സിലുണ്ടെങ്കിൽ ഈ ആചാരങ്ങളും ഈ സങ്കല്പങ്ങളും ഇതെല്ലാം നന്മയ്ക്ക് ഉപയോഗിക്കാം. അതിപ്രഗത്ഭനും യുക്തിവാദിയുമായ ഒരു നല്ല ഡോക്ടർ ഷൊർണൂർ ഡോക്ടർ കൃഷ്ണകുമാർ, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ പേര് പറയുന്നത്. യുക്തിവാദിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് സംശയത്തിന് പോയാൽ അദ്ദേഹം ആദ്യം പറയുക റിട്ടേൺ ടു റിച്വൽസ് എന്നാണ് പറയുക. ഈ റിച്വൽസിലേക്ക് തിരിച്ചു വരൂ നിങ്ങൾ, അതല്ലാതെ ഈ സൊല്യൂഷൻ ഇല്ല എന്നാണ് പറയും. അപ്പോൾ യുക്തിവാദിക്കും റിച്വൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രത്തിൻ്റെ ശാശ്വതമായ നന്മയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ഈ ആചാരങ്ങൾ മാനവരാശിക്ക് പ്രയോജനപ്പെടുക. വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് ഈ റിച്വൽസ് കൊണ്ട് നേടിയെടുക്കാവുന്ന അഭ്യുന്നതി നേടിക്കഴിഞ്ഞ ഒരു വ്യക്തിക്ക് പിന്നെ റിച്വൽസിൻ്റെ പരിപാലനത്തിന് ആവശ്യമുണ്ടോ? വളരെ വളരെ നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ ഒരു പ്രൈം മിനിസ്റ്ററാണ് ഉള്ളത്, ഒരു പ്രസിഡൻ്റാണ് ഉള്ളത്. എല്ലാവരും പ്രൈം മിനിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിയമത്തിന് അവിടെ ആവശ്യമില്ല. എല്ലാവരും പ്രൈം മിനിസ്റ്റർ ആവില്ല. അപ്പോൾ എല്ലാവരും പ്രസിഡൻറ്റും ആവില്ല, എല്ലാവരും യോഗിയും ആവില്ല. പലരും പല തട്ടിലുള്ളവരായതുകൊണ്ട് ഏറ്റവും മുകളിലിരിക്കുന്നവൻ ഏറ്റവും ചുവട്ടിലിരിക്കുന്നവനുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ റിച്വൽസിലൂടെ അല്ലാതെ സാധിക്കില്ല. ചുവട്ടിലിരിക്കുന്നവൻ്റെ ജീവിതം ധന്യമാക്കാൻ അയാൾ സംശയം ചോദിക്കേണ്ടി വരുന്നതും മുകളിലുള്ളവരോടാണ്. അപ്പോൾ പ്രായോഗിക തലത്തിൽ ഒരു 500 രൂപയുടെ നോട്ട് എന്താണെന്ന് വ്യക്തമായിട്ട് ഒരാൾക്കറിയാം. ഒരു പേപ്പറിൻ്റെ കഷ്ണം, അതിൽ കുറച്ച് കളറ്, അതിൽ ഗാന്ധിജിയുടെ തല, അതിൽ 500 എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ആ എഴുതി വെച്ചിരിക്കുന്നത് വലിയ ഒരു യോഗിക്ക് അത് വെറും ഒരു കടലാസ് കഷ്ണമാണ്. പക്ഷേ സാധാരണക്കാരന് അതല്ല. പക്ഷെ ആ യോഗിക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ 500 രൂപയുടെ നോട്ട് വേണം. എല്ലാവർക്കും അത് ആവശ്യമാണ്. ശരി തന്നെ. എങ്കിലും ഗുരുക്കന്മാർ പലപ്പോഴും ചെയ്തു വരുന്ന ഒരു പദ്ധതിയാണ്, അതായത് സാധാരണയായി പറയാറുണ്ട്, കിണറിൽ വീണ മനുഷ്യ